അവരുടെ ആ ഒരു ചിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും, ഇംപ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണിൻ്റെ അകത്തുള്ള ഇംപ്ലാന്റോ അങ്ങനെയൊന്നുമല്ല, സ്കള്ളിൽ വെക്കുന്നൊരു ഇംപ്ലാന്റാണ്. അതിൽ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ കണ്ണിൻ്റെ അകത്ത് ഇംപ്ലാന്റ് വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് സ്കള്ളിൽ ഇംപ്ലാന്റ് വെച്ചിട്ട് അതുവഴി ഇപ്പം ഒരു ക്യാമറ ഫീഡ് കൊടുത്തിട്ട്. അല്ലാതെ ഈ ഐസൈറ്റിൻ്റെ കേസ് പറയുന്നത് ഇപ്പോൾ ഇതേപോലെ ഒരു ക്യാമറയിലേക്ക് കണക്ട് ചെയ്ത്, അതായത് ആ ക്യാമറ ക്ലാരിറ്റിയിൽ നമുക്ക് ആ വിഷ്വൽ ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ വ്യൂ ചെയ്യാനോ പറ്റും എന്നുള്ളതാണ്. ഇതിൽ ഈ സെക്കൻഡ് സൈറ്റിൽ അവർ ചെയ്തതെന്ന് വെച്ചാൽ 60 പിക്സൽസ് ആണ് ഇൻപുട്ടായിട്ട് ഒരാൾക്ക് കാണാൻ പറ്റിയത്. ഇതൊരു കുറച്ച് പേരെ അത് യൂസ് ചെയ്യുന്നുള്ളൂ, ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് അത് ഭയങ്കര എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞ പോലെ $150,000 ആണ്. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ ഈ പറയുന്ന അപ്പം 60 പിക്സലാണ് അത് കാണാൻ പറ്റുന്ന ഒരാൾക്ക്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ ഫോട്ടോ നമ്മളെടുത്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇൻപുട്ട് പോവുകയാണെങ്കിൽ, ആ സൈക്കിളിൻ്റെ ഇമേജ് നമ്മളിപ്പം സാധാരണ ഒരു 4K വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും 8 മില്യൺ പിക്സൽസ് ആണ്. അപ്പം 60 പിക്സൽസ് എങ്ങനെ ഇരിക്കും? വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുമെന്നുള്ള ഒരു റഫായിട്ട് നോക്കുമ്പോൾ സൈക്കിളിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും. അതുപോലും ഈ ഇംപ്ലാന്റ് കഴിഞ്ഞിട്ട് സെവറൽ അവേഴ്സ്, ഇഫ് നോട്ട് ഡേയ്സ്, വീക്സ് ഓഫ് ട്രെയിനിങ് വേണം ഒരാൾക്ക് ഈ കാണുന്ന ഇമേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അത്ര ലോ റെസൊല്യൂഷൻ ഒന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കിട്ടത്തക്ക രീതിയിലുള്ളതാണ്. അപ്പം അതായിരുന്നു അതിൻ്റെ ഒരു എനിവേ അതൊരു ഫസ്റ്റ് മോഡൽ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി അവർ ബാങ്ക്രപ്റ്റായി, അവരങ്ങ് പൂട്ടിപ്പോയി. അപ്പോൾ അവർ ലിറ്ററലി അവരുടെ എല്ലാ ആസറ്റ്സും, അവരുടെ എക്വിപ്മെൻറ്റ്സ് ആണെങ്കിൽ ഈവൻ ലാപ്ടോപ്സും എല്ലാം വിറ്റ്, എംപ്ലോയീസ് എല്ലാം ഫയർ ചെയ്തു, അങ്ങനെ കംപ്ലീറ്റ്ലി നിന്നു. ദ സാഡ് പാർട്ട് ഇസ്, ഇത് ഇംപ്ലാന്റ് ചെയ്ത ഹാൻഡ്ഫുൾ ഓഫ് പേഷ്യൻസിന് പിന്നെ സപ്പോർട്ട് ഇല്ലാണ്ടായിപ്പോയി. ഇപ്പോൾ ഈ പറയുന്ന ആർച്ചർ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഈ ഇൻപുട്ട് ആക്ച്വലി ഗ്ലാസ് ഉണ്ട്, അതിലൊരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്, അതിനകത്ത് ക്യാമറയൊക്കെ ഉണ്ട്. അതൊരു ബേസിക് പ്രോസസ്സറാണ്. അതിൽ നിന്ന് പിന്നെ വേറൊരു യൂണിറ്റിലേക്ക് അത് നമ്മൾ കൈ കൊണ്ട് നടക്കണം. ആ യൂണിറ്റിലേക്ക് വയർ വെച്ച് കണക്ട് ചെയ്ത് അതൊരു മെയിൻ പ്രോസസ്സിങ് യൂണിറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ മെയിൻ പ്രോസസ്സിങ് യൂണിറ്റ് ചീത്തയായിപ്പോയി. അപ്പം പുള്ളിയുടെ ഗ്ലാസും ആ ഇംപ്ലാന്റും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീൻ ഇല്ല, അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സെക്കൻഡ് സൈറ്റിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് സെക്കൻഡ് സൈറ്റ് റെസ്പോണ്ട് ചെയ്തു, ബിക്കോസ് ആ കമ്പനിയേ ഇല്ല. അപ്പോൾ പിന്നെ അവസാനം പുള്ളി മാനേജ് ചെയ്തെന്ന് വെച്ചാൽ വേറെ ഏതോ ഇതുപോലെ ആർഗസ് 2ൻ്റെ യൂസർ പുള്ളി അവസാനം ഈ ഡിവൈസ് യൂസ് ചെയ്യാണ്ടായി. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഈ പ്രോസസ്സർ എടുത്തു, അങ്ങനെയാണ് യൂസ് ചെയ്തത്. ഇനി വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ദെയർ വാസ് അനദർ യൂസർ ഹൂ ഹാഡ് ദിസ് ഇംപ്ലാന്റ്. പുള്ളിക്ക് MRI സ്കാൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, ബ്രെയിനിലൊരു ഗ്രോത്ത് ഉണ്ടെന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, MRI സ്കാൻ ചെയ്യണം. അപ്പോൾ MRI എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മാഗ്നറ്റാണ്, എക്സ്ട്രീംലി സ്ട്രോങ് മാഗ്നറ്റ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ വാസ് ട്രൈങ് ടു റീച്ച് ഔട്ട് ടു സെക്കൻഡ് സൈറ്റ് കമ്പനി ആസ്കിങ് ലൈക്ക് MRI സ്കാൻ എടുത്താൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന്. കാരണം വെച്ചാൽ ഇറ്റ് ഈസ് ഫേറ്റൽ. ഇത് ബുള്ളറ്റ് പോകുന്ന പോലെ തലയുടെ അകത്തൂടെയൊക്കെ ചിലപ്പം കീറിയങ്ങ് പോകും. അപ്പോൾ അങ്ങനത്തെ റെസ്പോൺസ് പോലും അവർ കിട്ടാൻ പറ്റില്ല പുള്ളിക്ക്. അതുകൊണ്ട് MRI സ്കാനും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പറയുന്ന വെച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ചലഞ്ചാണ് ഈ ന്യൂറോലിങ്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ടെക്നോളജി ഡെവലപ്ഡായി വന്നു കഴിഞ്ഞാൽ തന്നെയും ഭയങ്കരമായിട്ടുള്ള ചലഞ്ചാണ് ഫേസ് ചെയ്യാനുള്ളത്. അതെ, കാരണം ഈ കമ്പനി ഇതേപോലെ ബാങ്ക്രപ്റ്റ് ആയാൽ, അതെ, അതുകൊണ്ട് ഇഫ് എനിവൺ ക്യാൻ ഡൂ ദിസ്, ഇഫ് എനിവൺ ക്യാൻ പുൾ ദിസ് ഓഫ്, ഇറ്റ് ഈസ് എലോൺ മസ്ക്. ബിക്കോസ് എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ തന്നെ ഭയങ്കര ഒരു ഹൈ വാല്യൂഷൻ. ഇപ്പോൾ എലോൺ മസ്ക് നാളെ ഒരു കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യൂഷൻ മില്യൺസിലായിരിക്കും തുടങ്ങുന്നത്. അപ്പം ന്യൂറോലിങ്ക് വിത്ത് എലോൺ മസ്ക് അറ്റ് ദ ഹെൽം മാത്രമേ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു റിസ്ക് ഉണ്ട് വെച്ചാൽ, നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ടെക്നോളജി നോക്കിയാൽ തന്നെ എത്ര ഫാസ്റ്റായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ കാസറ്റ് പ്ലെയർ ഉപയോഗിച്ചിരുന്നു, പിന്നെ CD പ്ലെയർ ആയി, DVD ആയി,
പിന്നെ ഐപോഡ്, ഇപ്പോൾ ഐപോഡ് പോലും ഇല്ല, ഇപ്പോൾ ഫോണിലാണ്. അപ്പം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഇന്നൊരു ഇംപ്ലാന്റ് ഒരാൾ വെച്ചാൽ 10 ഇയേഴ്സ് കഴിയുമ്പോൾ 10 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ ഇംപ്ലാന്റിനെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റ് ആയിരിക്കും, ഡേറ്റ ഇൻപുട്ട് ഇതൊക്കെ മാറും. അല്ലെ ഒരു നമ്മൾ ഈ പൊട്ട് കുത്തുന്ന പോലെ എന്തെങ്കിലും ഒന്ന് പുറത്ത് സ്റ്റിക്ക് ചെയ്താൽ മതി. അതും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ടെക്നോളജിയിൽ പറയുന്ന ഡൗൺവേർഡ് കോമ്പാറ്റബിലിറ്റി എന്നാണ്. അപ്പോൾ പ്രീവിയസ് വെർഷൻസിനെ ആ പറഞ്ഞ കമ്പനി സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്.